ഹായ് നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഡയറക്റ്റ് സെയിൽസിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ലീഡേഴ്സിൻ്റെ പ്രാധാന്യം. പലപ്പോഴും നമ്മൾ നമ്മുടെ ടീം എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടീം ബിൽഡ് ചെയ്യുമ്പോൾ പല സമയത്തും നമ്മൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കും. ഒരു നെറ്റ്വർക്കറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഒരു സ്ഥിര വരുമാനമാണ് അല്ലെങ്കിൽ ഒരു ലെഗസിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിന് കാതലായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡേഴ്സാണ്. സി ഹൗ മെനി ലീഡേഴ്സ് നിങ്ങളുടെ ടീമിൽ എത്ര പേര് ലീഡേഴ്സ് ആയിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നാളെ നിങ്ങൾക്ക് ഫ്രീ ടൈം എത്ര കണ്ട് കിട്ടും എന്നത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ലീഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്, ആരെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും പലരും പറയാറുണ്ട്, ഓ എൻ്റെ ടീമിൽ കുറേ നല്ല ആൾക്കാരുണ്ട്, അവർ നന്നായിട്ട് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ നല്ല ആൾക്കാർ ഉണ്ട്, അവരെന്നും നല്ല ആൾക്കാർ തന്നെ ആയിരിക്കും, സംശയമില്ല. പക്ഷേ നമുക്ക് വേണ്ടത് ലീഡേഴ്സിനെയാണ്. അത് അധികമൊന്നും വേണ്ട. ഒരു ടീമിൽ ഒന്നോ രണ്ടോ ലീഡേഴ്സാണ് മാക്സിമം ഉണ്ടെങ്കിലും നമുക്ക് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ആരാണ് ഈ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീഡേഴ്സ് ഒരിക്കലും ചെറിയ ചെറിയ കാര്യത്തിൻ്റെ മുകളിൽ പരിഭവം പറഞ്ഞിരിക്കുന്ന ആളുകളല്ല. ഒരു പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡിലേ വന്നു, അതല്ലെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് കാര്യങ്ങൾ കിട്ടിയില്ല, അതല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല ലീഡേഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആഗ്രഹങ്ങളുള്ള ആളുകളാണ്. അവർ ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാനും അതുപോലെ പഠിക്കാനും തയ്യാറായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും എന്താണ്, അവരുടെ സീനിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെ എങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്തു കൊണ്ടുപോകാം എന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അത്തരം ആളുകളെ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മളുടെ ടീമിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കുറച്ചു കാലം അവരോടൊപ്പം നിന്ന് അവരെ വിജയിപ്പിച്ച് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ ടീമിലുള്ള ലീഡേഴ്സ് കാറ്റഗറിയിലുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ടീം നഷ്ടപ്പെടാം അല്ലെങ്കിൽ ബിസിനസ്സിൽ വളരാതിരിക്കാം. അപ്പോൾ അതിനെന്ത് വേണം? ഏറ്റവും കൂടുതൽ ഒരു നെറ്റ്വർക്കറെ സംബന്ധിച്ചിടത്തോളം ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഫ്രഷ് ആളുകളുമായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ്. അവരെ സംബന്ധിച്ച് എന്താണ് അവർക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അവരെ കൂടെ നിർത്തി അവരെ പഠിപ്പിച്ച് ഓരോ കാര്യങ്ങളും അവരോടൊപ്പം നിന്ന് കാണിച്ചു കൊടുത്ത് എപ്പോഴാണോ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് സാധിക്കുന്നത് അതുവരെ നമ്മൾ കൂടെ നിൽക്കുക. ചിലപ്പോൾ 2, 3, 4, 5, 6 മാസങ്ങൾ നിൽക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലീഡേഴ്സ് കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കണം, എനിക്കിത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ സാധിക്കണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഈ എപ്പോഴും ഈ മുല്ലവള്ളി പോലെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ ഗൈഡൻസോട് കൂടിയിട്ട് വളർത്തിക്കൊണ്ടുവരണം. എങ്കിലാണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഫ്രീ ടൈം കിട്ടാനും ഭാവിയിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കൂടി നമ്മൾ തയ്യാറാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിച്ചത് എന്തും ഈ ഇൻഡസ്ട്രിയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നേടിയെടുക്കാം. ഇതുപോലെയുള്ള മറ്റ് പല ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.